ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും അർച്ചനയുമാണ്. അർച്ചനയ്ക്ക് ഡോക്ടർ സന്ധ്യയുടെ ഫോൺ കോൾ വരുമ്പോൾ ആതിരയാണെന്നുള്ള രീതിയിൽ മാറി നിന്ന് സംസാരിക്കുകയാണ് അർച്ചന. എന്താണെങ്കിലും അജയനെ നിന്റെയും വിവാഹം ഞാനങ്ങ് ഉറപ്പിക്കുകയാണ്. കേട്ടെടുത്തോളം അവനൊരു നല്ല പയ്യൻ തന്നെയാണ്. ഇനി നിനക്ക് എന്താണെങ്കിലും സന്ദീപിനെ വേണ്ടെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് ഫോൺ വെച്ചതിന് ശേഷം അവന്തികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അർച്ചന പറയുകയാണ്, ഏട്ടത്തി എന്താണെങ്കിലും ടെൻഷൻ ആകണ്ട, ഇത് ഞാൻ തന്നെ എല്ലാം പൊളിച്ചടുക്കി തരാം. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അങ്ങനെയല്ല, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്നാ ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ആതിരയുടെ അടുത്ത് ചെന്നുള്ള ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. അവൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തി എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അവളെ വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്നാ. അതിനി എന്താണെങ്കിലും എനിക്കറിയണ്ട. എന്താണെങ്കിലും വൃന്ദാവനം വീട്ടിലുള്ള എല്ലാവരും കൂടെ ഞാനും ഈ വിവാഹത്തിന് എന്താണെങ്കിലും സമ്മതിച്ചിരിക്കുകയാണ്. ഏട്ടത്തി വീട്ടിലേക്കല്ലേ, ഞാനും കൂടി വരാം, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കാറിലേക്ക് കയറുമ്പോൾ സംശയത്തോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക. ഇവൾക്കിത് എന്തു പറ്റി? ഇനി നന്നായതാണോ അതോ വട്ടായതാണോ? അതേസമയം അവന്തികയെ നോക്കി ചിരിച്ചുകൊണ്ട് അർച്ചന കാറിലേക്ക് കയറുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അർച്ചനയോട് പറയുകയാണ്, സന്ദീപിനെ കാണാതായിട്ട് മണിക്കൂറുകളായിരിക്കുന്നു, ഇതുവരെ ഒരു വിവരവുമില്ലല്ലോ. സന്ദീപിനെ മാത്രമല്ലല്ലോ അനഘയും കാണുന്നില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ അതോർത്തിട്ടാ എനിക്ക് കൂടുതൽ ടെൻഷൻ എന്ന് സച്ചി പറയുന്നു. എൻ്റെ സച്ചിയേട്ടാ, അനഘയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനൊന്നും വേണ്ട. താൻ എന്താടോ ഇപ്പോഴും പറയുന്നത്? അനഘയും സന്ദീപിനെയും അവധികേട്ടത്തി മാറ്റി നിർത്തിയെന്നാണോ? അത് തന്നെയാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അതൊക്കെ തൻ്റെ തോന്നലാ. തുടർന്ന് അർച്ചന പറയുകയാണ്, ആതിര അജയനുമൊത്തുള്ള വിവാഹത്തിന് സമ്മതിച്ചു. ഞാനാ പറഞ്ഞത് അവളോട് സമ്മതിക്കാൻ. ഈ വിവാഹ കാര്യവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ അനഘയും സന്ദീപിനെയും കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാൻ സാധിക്കൂ. എടോ, ഏട്ടത്തെ സംശയിച്ചിട്ടാ താൻ ഇതൊക്കെ ചെയ്യുന്നത്. അവസാനം ഇതൊരു വലിയ ഊരാക്കുടുക്കാകുമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഒരിക്കലുമില്ല. അന്നേരം കാണിക്കാനല്ലേ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ സൈബർ സെല്ലിലുള്ള ഒരു കൂട്ടുകാരന് സന്ദീപിൻ്റെയും അനഘയുടെയും നമ്പർ ഞാൻ കൊടുത്തിരുന്നു. സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയാൻ സാധിക്കുന്നില്ലെന്നാ അവർ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അവസാനമായി സ്വിച്ച് ഓഫ് ചെയ്തത് എവിടെ വെച്ചാന്നാ കണ്ടെത്തേണ്ടത്. അത് പിന്നെ അനഘയുടേത് എയർപോർട്ടിൻ്റെ അവിടെ വെച്ചും സന്ദീപിൻ്റേത് നമ്മുടെ ഈ ഏരിയയിലുള്ള ഒരു ടവറിൻ്റെ പരിധിയിൽ വെച്ചുമാണെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സംശയത്തോടെ നടക്കുന്ന അവന്തികയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന് മരുന്നെടുത്തു കൊടുക്കുന്ന അർച്ചനയാണ്. പെട്ടെന്ന് സേതുവിനൊരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. അച്ഛാ, ഹോസ്പിറ്റലിൽ പോകണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, വേണ്ട മോളെ, ഇന്നലെ രാത്രിയും ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും ഭാരമല്ലേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അച്ഛാ, അച്ഛൻ കരുതുന്നത് പോലെയല്ല. സന്ദീപും അനഘയും എന്താണെങ്കിലും ഒരുമിച്ചായിരിക്കില്ല പോയിട്ടുണ്ടാവുക. 8 മാസമേ ആയുള്ളൂ ഞാൻ സന്ദീപിനെ കണ്ടിട്ട്. പക്ഷേ എനിക്ക് അവനെ നന്നായി തന്നെ അറിയാം. മോള് പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ സന്ദീപ് അനഘയുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. പകരം രണ്ടുപേരും രണ്ടായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ആകും പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. എൻ്റെ മകനെയും അനഘയും എന്താണെങ്കിലും തിരിച്ചു കിട്ടണം. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോവുകയാണ്. മോള് വേണമെങ്കിൽ വന്നാൽ മതി. ഞാൻ എന്താണെങ്കിലും പോവുകയാ. കേസ് ഇന്ന് തന്നെ ഫയൽ ചെയ്യണം. നെല്ലും പതിരും എന്താണെങ്കിലും തിരിച്ചറിയണം. എന്താണെങ്കിലും അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അച്ഛൻ റെഡിയായിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. എന്താ, എന്നെ ഇവിടെ നിന്ന് ആട്ടിയിറക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ആലോചിക്കുകയാണോ? ഞാൻ ഇനി ഒന്നിനും ഇല്ലെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഒന്നെങ്കിൽ നിനക്കെന്നെ പേടി, അല്ലെങ്കിൽ ഇതെല്ലാം നിന്റെ അഭിനയം. നിന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ അവന്തിക ആരാണെന്ന്. എന്താണെങ്കിലും ആതിര അജയനെ വിവാഹം കഴിക്കട്ടെ, അന്നേരം പറയാം അവന്തികയുടെ മിടുക്കിനെ പറ്റി. എന്താണെങ്കിലും ആതിരയെ അജയനെ കൊണ്ടും സന്ദീപിനെ അനഘയെക്കൊണ്ടും ഞാൻ കെട്ടിച്ചിരിക്കും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ. ഇത് രണ്ടും നടന്നില്ലെങ്കിലേ മൊട്ടയടിച്ച് പുള്ളിയും കുത്തി ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അതേസമയം സേതു പുറത്തേക്ക് വരികയാണ്. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു അവന്തികെ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇനിയും ഈ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് എന്താണെങ്കിലും ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാമെന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ആ സന്തോഷ വാർത്ത കൂടി പറയാനാ ഞാൻ വന്നത്. അനഘ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണുള്ളത്. സേഫാണെന്നും പറയാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന അർച്ചനയും സേതുവും ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. തുടർന്ന് സേതു അനഘയുടെ ഫോണിലേക്ക് വിളിക്കാനൊരുങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, അവളുടെ നമ്പറിൽ നിന്നല്ല വേറെ ഒരു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. അർച്ചനയെ പ്രത്യേകം തിരക്കിയെന്ന് പറയാനും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സേതു പറയുകയാണ്, ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്.
എനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസത്തോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.